പത്തനംതിട്ടയിലെ കോന്നി പാറമട അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് ആവശ്യമായ സുരക്ഷ ഇല്ലായിരുന്നു എന്ന് തൊഴിൽ വകുപ്പ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാറമട ഉടമയ്ക്കെതിരെ കേസെടുക്കുന്ന വിഷയം പോലീസ് പരിശോധിക്കുകയാണ്. സർക്കാർ ഭൂമി കയ്യേറി പാറ പൊട്ടിച്ചു എന്ന പരാതി പരിശോധിക്കും. പാറമടയിൽ സംയുക്ത ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തുമെന്നും ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചു. അപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒന്ന് ജില്ലാ കളക്ടറുടെ അണ്ടറിൽ തന്നെ അത് RDOയ്ക്ക് ഉത്തരവാദിത്തം കൊടുത്തിട്ടുണ്ട്. നമ്മൾ പരിശോധന നടത്തുകയും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, പഞ്ചായത്ത്, PCB, ജിയോളജി അടക്കമുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു ടീമിനെ വെച്ചുകൊണ്ട് അത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞ പോലെ ഈ ക്വാറിയുടെ കാര്യം മാത്രമല്ല, നമ്മളുടെ കോന്നി, റാന്നി മേഖലകളിൽ പ്രവർത്തിക്കുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെയുള്ളത് പ്രവർത്തിക്കുന്ന എല്ലാ ക്വാറികളിലും ഇങ്ങനത്തെ ഒരു അന്വേഷണം നമ്മൾ നടത്തുന്നുണ്ട്. ബിക്കോസ് എല്ലായിടത്തും ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തൊഴിലാളി സുരക്ഷിതരാണോ, ഇതുപോലുള്ള പൊല്യൂഷൻ ഇഷ്യൂസ് ഉണ്ടോ, ബാക്കി എന്താണെന്നുള്ളത് പരിശോധിച്ചിട്ട് സമയബന്ധിതമായിട്ട് തന്നെ ഒരു റിപ്പോർട്ട് നമ്മൾ എടുത്ത ശേഷം അതിന്റെ ഫർദർ ആക്ഷൻ എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, കോന്നിയിലെ സാഹചര്യമാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ വിശദീകരിച്ചത്. ആവശ്യമായ സുരക്ഷാ സൗകര്യങ്ങളൊന്നും തന്നെ അവിടെ ഏർപ്പെടുത്തിയിരുന്നില്ല. എന്തായാലും വിദഗ്ധ സംഘം പാറമട സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കും. ആവശ്യമെങ്കിൽ മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിക്കുകയാണ്. തൊഴിൽ വകുപ്പ് തന്നെ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പാറമട ഉടമയ്ക്കെതിരെ കേസെടുക്കുന്ന വിഷയവും പോലീസ് ആലോചിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ മിഥുൻ മുരളി. വിനോദ്, ഇന്ന് പ്രത്യേക അവലോകന യോഗം ചേർന്നിരുന്നു. ജില്ലാ കളക്ടറും എസ് പ്രേംകൃഷ്ണൻ, കോന്നി MLA ജനീഷ് കുമാർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രതിനിധികൾ അടങ്ങുന്നതായിരുന്നു ഈ അവലോകന യോഗം. ഈ അവലോകന യോഗത്തിൽ ഈ പ്രതിഷേധിക്കുന്ന നാട്ടുകാരിൽ നിന്നുള്ള ചില ആളുകളും പങ്കെടുത്തു. അതിനുശേഷമാണ് ചില നടപടികൾ ഇനി ഏത് രീതിയിൽ സ്വീകരിക്കണമെന്നത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ വിശദീകരിച്ചത്. ഈ അവലോകന യോഗത്തിൽ കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷ ഈ പാറമടയിൽ ഒരുക്കിയിരുന്നില്ല എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ചിട്ടുള്ള തൊഴിൽ വകുപ്പിന്റെ റിപ്പോർട്ട് ഈ അവലോകന യോഗത്തിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാറമട ഉടമയ്ക്കെതിരെ കേസെടുക്കുന്ന വിഷയം പോലീസ് പരിശോധിക്കുകയാണെന്നും ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ വിശദീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സർക്കാർ ഭൂമി കയ്യേറിയാണ് പാറ പൊട്ടിച്ചതെന്നുള്ള പരാതിയും നാട്ടുകാരിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. ഇത് പരിശോധിക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ കോന്നി മേഖലയിൽ ധാരാളം പാറക്വാറികളുണ്ട്. ഇതൊക്കെ അംഗീകാരമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷ ഈ ക്വാറികളിലെല്ലാം ഉറപ്പാക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നും ഇന്നത്തെ അവലോകന യോഗത്തിന് ശേഷം ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ വിശദീകരിച്ചിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പാറക്വാറിക്കെതിരെ നാളുകളായിട്ട് നാട്ടുകാർക്കിടയിൽ നിന്നും വലിയ പ്രതിഷേധങ്ങളും പരാതികളും നിലനിന്നിരുന്നു. അംഗീകാരമില്ലാതെയാണ് ഈ പാറക്വാറി പ്രവർത്തിക്കുന്നതെന്നും ഒപ്പം തന്നെ പരിസരവാസികൾക്ക് ഭയാനകമായിട്ടുള്ള ആശങ്കയേറുന്ന സാഹചര്യങ്ങൾ ഈ പാറക്വാറി മൂലം സൃഷ്ടിക്കപ്പെടുന്നു. ഈ പാറക്വാറിയുടെ ക്രഷർ യൂണിറ്റിൽ നിന്നുള്ള മലിനജലം സമീപത്തെ കുളത്തിലേക്ക് ഒഴുക്കുന്നതടക്കമുള്ള വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രത്യേക അവലോകന യോഗം ചേർന്നുകൊണ്ട് ജില്ലാ കളക്ടർ ഇനി സ്വീകരിക്കുന്ന നടപടികൾ വിശദീകരിച്ചിരിക്കുന്നത്. വിനോദ്, കോന്നി പാറമട അപകടവുമായി ബന്ധപ്പെട്ടാണ് കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.